സ്നേഹമുള്ള ഞാൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്നേഹമുള്ളത് ഭൗതികദേഹം സൂക്ഷിച്ചിരിക്കുന്ന ആശുപത്രിയിലാണ്. സ്നേഹ, അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? എപ്പോഴാണ് ഭൗതികദേഹം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? മുട്ടച്ചിറയിലുള്ള സ്വകാര്യ ആശുപത്രിയിലാണ് നിലവിൽ ബിന്ദുവിന്റെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. ഏകദേശം 7 മണിയോടുകൂടി തന്നെ ബിന്ദുവിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ആശുപത്രി നടപടിക്രമങ്ങൾ വൈകുകയാണ്. അതോടൊപ്പം തന്നെ ബിന്ദുവിന്റെ ബന്ധുക്കൾ ആശുപത്രിയിലേക്ക് മൃതദേഹം ഏറ്റുവാങ്ങാനായി എത്തുന്നതേയുള്ളൂ. അതിനുശേഷം ഏകദേശം ഒരു 8 മണിക്കുള്ളിലായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക. തുടർന്ന് വീട്ടിൽ പൊതുദർശനം, അതിനുശേഷം 11 മണിയോടുകൂടി തന്നെ ഈ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുക. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തന്നെ ഇന്നലെ ഏകദേശം രാവിലെ 10:30 തന്നെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അതിനുശേഷം മന്ത്രിമാർ സ്ഥലത്തെത്തി ഈ ന്യായീകരണങ്ങൾ നിരത്തുകയാണ് ഉണ്ടായിരുന്നത്. ഈ ആശുപത്രിയുടെ മേന്മയടക്കം ചൂണ്ടിക്കാണിക്കുകയാണ് ഉണ്ടായിരുന്നത്. ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല എന്ന് പറയാനായിരുന്നു അവർ മുൻകൈ എടുത്തിരുന്നത്. പക്ഷേ ആ സമയത്ത് ഈ രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു എങ്കിൽ ഇന്ന് ഈ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ ഈ ബിന്ദുവിൻ്റെ മൃതദേഹം ഈ ചേതനയറ്റ് ഈ രീതിയിൽ കാണില്ലായിരുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ എന്തു തന്നെയായാലും എത്ര ന്യായീകരണങ്ങൾ നിരത്തിയാലും ഈ മോർച്ചറിയിൽ കിടക്കുന്ന ഈ ചേതനയറ്റ മൃതദേഹത്തിന്, ഈ ജീവന്, ഒരു കുടുംബത്തിന്റെ അത്താണിക്ക് ആര് ഉത്തരവാദിത്തം പറയും എന്ന് തന്നെയാണ് എല്ലാവർക്കും ചോദിക്കാനായിട്ടുള്ള ചോദ്യം. ഈ ബിന്ദുവിന്റെ പ്രവർത്തകയുടെ വാക്കിന് സമയോചിതമായി ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ കഴിയും എന്നത് വളരെ കൃത്യമായി നമുക്ക് മനസ്സിലായ ദിവസമായിരുന്നു ഇന്നലെ.